കഴിഞ്ഞ 6 മാസമായി നടത്തിയ അന്വേഷണങ്ങളുടെയും കണ്ടുപിടുത്തങ്ങളുടെയും പ്രതിഫലനമാണ് ഇന്നലെ കേരളത്തിൽ അലയടിച്ച ഓപ്പറേഷൻ നുംകൂർ. നികുതി വെട്ടിപ്പ് നടത്തി ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിൽ എത്തിച്ച വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നതിനായി കസ്റ്റംസും പോലീസും ചേർന്ന് നടത്തിയ ഓപ്പറേഷൻ ഫലം കണ്ടു തുടങ്ങി. നികുതി വെട്ടിച്ച് ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് 198 ആഡംബര വാഹനങ്ങൾ ഇറക്കുമതി ചെയ്തിട്ടുണ്ടെന്നാണ് കസ്റ്റംസ് പറയുന്നത്. ഈ 198-ൽ എത്ര എണ്ണമാണ് കേരളത്തിലുള്ളതെന്ന കാര്യത്തിൽ വ്യക്തത വരുത്താനുള്ള തത്രപ്പാടിലാണ് കസ്റ്റംസ് വകുപ്പ്. വാഹന ഡീലർമാരിൽ നിന്നടക്കം ലഭിച്ച കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് 198 വാഹനങ്ങൾ ഇറക്കുമതി ചെയ്തിട്ടുണ്ടെന്ന വിവരം ലഭിച്ചത്. വാഹന ഇറക്കുമതിയെ സംബന്ധിച്ച് ഒരു ക്ലിയർ പിക്ചർ ലഭിക്കണമെങ്കിൽ ഇറക്കിയ എല്ലാ വാഹനങ്ങളും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തണം. ഓപ്പറേഷൻ നുംകൂർ ആരംഭിച്ച് പരിശോധന തുടരുന്നതിനിടെ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ നിന്ന് 20ഓളം ആഡംബര SUV വാഹനങ്ങൾ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തു. കോഴിക്കോട്, മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രമായി 11 വാഹനങ്ങളാണ് പിടിച്ചെടുത്തത്. ഓപ്പറേഷൻ നുംകൂർ എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പരിശോധനയിൽ സിനിമാ താരങ്ങളായ ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ്, അമിത് ചക്കാലക്കൽ അടക്കമുള്ള താരങ്ങൾക്ക് പുറമെ വ്യവസായ പ്രമുഖരുടെ വീടുകളിലും കാർ ഡീലർമാരുടെ ഷോറൂമുകളിലുമാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഭൂട്ടാൻ പട്ടാളം ഉപേക്ഷിച്ചതടക്കമുള്ള SUVകളാണ് ഇറക്കുമതി ചെയ്തിരിക്കുന്നത്. ഈ വാഹനങ്ങൾ നികുതി വെട്ടിച്ച് ഇന്ത്യയിലെത്തിക്കും. അതിനായി ഹിമാചൽ പ്രദേശ്, അരുണാചൽ പ്രദേശ്, UP തുടങ്ങിയ സംസ്ഥാനങ്ങളെ തിരഞ്ഞെടുക്കും. അവിടെ നിന്നും വാഹന രജിസ്ട്രേഷൻ ഉണ്ടാകും. പിന്നീട് രാജ്യത്തെ പല ഭാഗങ്ങളിലും എത്തിച്ച് രജിസ്റ്റർ ചെയ്യും. ഈ വാഹനങ്ങളാണ് സിനിമാ താരങ്ങളും വ്യവസായികളും വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്. റവന്യൂ വകുപ്പും ഇന്റലിജൻസും കസ്റ്റംസും ഏറെക്കാലമായി നടത്തിയ രഹസ്യവിവര ശേഖരണത്തിനൊടുവിലാണ് റെയ്ഡുകളും അന്വേഷണങ്ങളും നടത്തിവരുന്നത്. മറ്റു രാജ്യങ്ങളിൽ നിന്ന് വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യാൻ 200% നികുതി ഇനത്തിൽ അടയ്ക്കേണ്ടി വരിക. സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾക്ക് രാജ്യത്ത് ഇറക്കുമതി ചെയ്യാനുള്ള അനുമതിയുമില്ല. ഇതെല്ലാം മറികടന്നുള്ള വൻ റാക്കറ്റ് തട്ടിപ്പിന് പിന്നിൽ സജീവമാണെന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങൾ. മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക സൈറ്റായ പരിവാഹൻ വെബ്സൈറ്റിൽ പോലും വ്യാപക കൃത്രിമം നടത്തിയാണ് വാഹനങ്ങൾ കേരളത്തിൽ എത്തിച്ചിരിക്കുന്നതെന്നാണ് കസ്റ്റംസ് പറയുന്നത്. ഇത്തരത്തിലുള്ള വാഹനങ്ങൾ രാജ്യസുരക്ഷയ്ക്ക് വലിയ തരത്തിൽ ഭീഷണി ഉണ്ടാക്കുന്നുണ്ട്. GST ഉൾപ്പെടെ വെട്ടിപ്പ് നടത്തി ഇന്ത്യ, അമേരിക്ക എംബസികളുടെ കൃത്രിമ രേഖയുണ്ടാക്കി. നിയമവിരുദ്ധമായാണ് വാഹനങ്ങളുടെ വിൽപ്പനയെന്നും കസ്റ്റംസ് വ്യക്തമാക്കുന്നു. ഇന്ന് ഭൂട്ടാൻ വണ്ടിയാണെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൽ തരംഗമായിരുന്ന ഭൂട്ടാൻ ലോട്ടറി. ഭാഗ്യക്കുറികൾക്ക് വളരെ സ്വീകാര്യതയുള്ള കേരളത്തിൽ ഭൂട്ടാൻ ലോട്ടറികൾക്ക് ആരാധകർ ഒരുപാടായിരുന്നു. ഭൂട്ടാനിൽ സർക്കാർ നിയന്ത്രണത്തിൽ നടത്തുന്ന ഒരു ഔദ്യോഗിക ലോട്ടറി സംവിധാനമാണ് ഭൂട്ടാൻ ലോട്ടറി. ഇന്ത്യയിലെ വെസ്റ്റ് ബംഗാൾ, അസം, സിക്കിം, കേരളം എന്നിവിടങ്ങളിലാണ് ഭൂട്ടാൻ ലോട്ടറി എന്ന പേരിൽ ടിക്കറ്റുകൾ വിൽക്കാറുണ്ടായിരുന്നത്. സാധാരണയായി ദിവസവും പല നറുക്കെടുപ്പുകളിലായി വിജയികളെ തിരഞ്ഞെടുക്കാറുണ്ട്. അതായത് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും രാത്രിയും നറുക്കെടുപ്പുകൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഭൂട്ടാൻ ലോട്ടറിയുടെ ഉപഭോക്താക്കളുടെ എണ്ണവും കൂടുതലായിരുന്നു. സമ്മാനത്തുകയുടെ കാര്യത്തിലും ഭൂട്ടാൻ ലോട്ടറി ആളുകളെ ആകർഷിക്കുന്നുണ്ടായിരുന്നു. 100 രൂപയിൽ തുടങ്ങി 5000 രൂപയിലെത്തുന്ന ചെറിയ സമ്മാനം മുതൽ 1 കോടിയിലെത്തുന്ന വലിയ തുകയായിരുന്നു ഭൂട്ടാൻ ലോട്ടറി വരിക്കാർക്ക് ലഭിച്ചിരുന്നത്. പെട്ടെന്നൊരു ദിവസം കേരളത്തിൽ വ്യാപകമായി പ്രചരിച്ചിരുന്ന ഭൂട്ടാൻ ലോട്ടറി സർക്കാർ നിയമം മൂലം നിരോധിക്കുകയുണ്ടായി. 2010 മുതലാണ് കേരളത്തിൽ ഭൂട്ടാൻ ലോട്ടറികൾക്ക് നിരോധനം വന്നത്. നിരോധനത്തിന് പ്രധാന കാരണമായി സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് കള്ള ലോട്ടറി വ്യാപാരവും സാമ്പത്തിക ചൂഷണവുമാണ്. കൂടാതെ ഭൂട്ടാൻ ലോട്ടറി കേരളത്തിൽ വിൽക്കുന്നവർ പലരും സ്വകാര്യ ഏജന്റുമാരായിരുന്നു. സർക്കാർ നേരിട്ട് നിയന്ത്രിക്കാത്തതിനാൽ വമ്പിച്ച തോതിൽ കള്ളപ്പണം നടന്നിരുന്നു. മറ്റൊന്ന്, കേരള സർക്കാരിന് യാതൊരു വരുമാനവും ലഭിക്കാതെ ആളുകൾ ഭൂട്ടാൻ ലോട്ടറിയിൽ കോടികൾ ചെലവഴിച്ചതുകൊണ്ട് സംസ്ഥാനത്തിന് വലിയ രീതിയിലുള്ള നികുതി നഷ്ടം ഉണ്ടായി എന്നത് തന്നെയാണ്. പലപ്പോഴും ടിക്കറ്റുകൾ വ്യാപകമായി വിറ്റഴിക്കുകയും സമ്മാനത്തുക നൽകാതെ വരികയും ചെയ്തതോടെ വ്യാപകമായി പരാതി ഉയരുകയും ചെയ്തിരുന്നു. ഭാഗ്യക്കുറിയിൽ ഭാവി ജീവിതം സ്വപ്നം കണ്ടവർ ലോട്ടറിയിൽ അമിതമായി പണം ചെലവഴിച്ചു. അങ്ങനെ കടബാധിതയിൽപ്പെട്ട് കുടുംബങ്ങൾ ദുരിതത്തിലാവുകയും അത് സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. ഇത്തരം സാഹചര്യങ്ങൾ രൂക്ഷമായപ്പോൾ കേരള സർക്കാർ വ്യാജ ലോട്ടറികൾക്കെതിരെ ശക്തമായി നടപടിയെടുത്തു. അതിന്റെ ഭാഗമായി ഭൂട്ടാൻ ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാന രാജ്യങ്ങളുടെ ലോട്ടറികൾക്ക് കേരളത്തിൽ നിരോധനം ഏർപ്പെടുത്തി. അങ്ങനെ ഭൂട്ടാന്റെ കരവലയത്തിൽ നിന്നും കേരളം മോചിതമായി. ഇപ്പോഴിതാ വന്നിരിക്കുന്നു ഭൂട്ടാൻ വാഹനത്തിന്റെ പേരിൽ പുതിയ തട്ടിപ്പ്. ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ബാധിക്കുന്നത് ഇന്ത്യയിലെ സമ്പദ് വ്യവസ്ഥയെ തന്നെയാണ്. നികുതി വരുമാനം ലക്ഷ്യം വെച്ച് രാജ്യം പുരോഗതിയിലേക്ക് കുതിക്കാൻ പരിശ്രമങ്ങൾ നടത്തുന്നതിനിടയിൽ അതിനെതിരെയുള്ള തുരങ്കം വെക്കലാണ് ഇത്തരത്തിലുള്ള കള്ളക്കടത്തലുകൾ. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വെല്ലുവിളി ഉയർത്തി ഇത്തരത്തിലുള്ള അസന്മാർഗിക മാർഗത്തിലൂടെ ആഡംബരം കാണിക്കുന്നത് സമൂഹത്തിൽ എത്ര ഉന്നതരായാലും തെറ്റ് തന്നെയാണ്.
നിയമവിരുദ്ധമായി കുറ്റം ചെയ്തെന്ന് തെളിഞ്ഞാൽ ശിക്ഷ നേരിടാനും ചങ്കൂറ്റം കാണിക്കണം ഈ പ്രമുഖന്മാരെല്ലാം.